അമ്പലപ്പറമ്പിലെ ആരാമത്തിലെ ചെമ്പരത്തി പൂവേ. ചെറുപ്പത്തിൽ കേൾക്കുന്ന പാട്ടുകളും രാഗങ്ങളും, I think they always stick closer to your heart, right? The beauty of music is not even the fact that it's not even its technical components, it's the fact that it can bring you back to another point of time, right? സാമ്യമകന്നോരുദ്യാനമേ കൽപഗോദ്യാനമേ നിന്റെ. Even while preserving the lyrics, while preserving the lyrics in such an intact manner, the beauty of them, right? He still managed to get those like classic phrases of Karahara Priya through. So learning ragas like Kafi, Karahara Priya or Kedar, and then listening to those beautiful like Malayalam film songs, I think that really helped because both of them complemented each other. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികൾ. Yeshadhas sir, Devaraja master, Bhaskara Mash, Babuka, Dakshinamurti Swami, we used to hear those all the time, right? And before I even started any type of formal training or learning in music, just the notes or the way that they would sing or the way that they would present it was really, really fascinating to me. നൃത്യദൂർജടി ഹസ്തമാർന്ന തുടി തന്നുത്താളടുണ്ടും രവം ധനിത പപ തത്വത്തിൻ പൊരുളാലപിപ്പു മധുരം സത്യം ശിവം സുന്ദരം സഗപ സത്യശിവ. നവനീത് ഉണ്ണികൃഷ്ണനെ നമുക്ക് എങ്ങനെ വിശേഷിപ്പിക്കാം? സംഗീതകാരനാണ്, സംഗീത നിരൂപകൻ, സംഗീത അവതാരകൻ, സംഗീത ഗവേഷകൻ എന്നൊക്കെ നവനീതിനെ നമുക്ക് ഈ ചെറുപ്പക്കാരനെ വിശേഷിപ്പിക്കാം. വെറുതെ പാട്ടുകൾ പാടി പോവുകയല്ല. അതിൻ്റെ രാഗം, അതിൻ്റെ സ്വരസ്ഥാനങ്ങൾ, ആലാപന സവിശേഷതകൾ, മറ്റു ഗാനങ്ങളുമായുള്ള ചേർച്ചയും വൈവിധ്യവും, എന്തിന് സംഗീത സംവിധാനത്തിൻ്റെ സൂക്ഷ്മാംശങ്ങൾ വരെ പറഞ്ഞ് പാടി വിശദീകരിച്ചുകൊണ്ടാണ് നവനീതിൻ്റെ അവതരണം. ഇരുത്തം വന്ന ഒരു സംഗീതജ്ഞാനിയെ പോലെ നവനീത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വെറും 20 വയസ്സിലാണ് എന്ന് മനസ്സിലാക്കണം. അങ്ങ് അമേരിക്കയിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടി ഇത്ര മനോഹരമായ ഉച്ചാരണത്തോടെ മലയാള ഗാനങ്ങൾ ആലപിക്കുന്നു എന്നുള്ളത് മറ്റൊരു വിസ്മയമാണ്. നവനീത് സംസാരിക്കുമ്പോൾ തനി US ആക്സൻ്റാണ്, പക്ഷേ പാടുമ്പോൾ നവനീത് തനി മലയാളിയാണ്. നവനീതിൽ നിന്ന് ഇനിയും ഒരുപാട് സംഗീത വിസ്മയങ്ങൾ നമുക്ക് കേൾക്കാനുണ്ട്. നാട്ടിൽ കുറേ പരിപാടികളുടെ തിരക്കിലെത്തിയ നവനീത് അല്പനേരം നമ്മളോട് സംസാരിക്കാൻ ഇപ്പോഴൊപ്പമുണ്ട്. നവനീതിന് മനോരമയുടെ സ്നേഹസ്വാഗതം. താങ്ക് യു. നമസ്കാരം.